ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലാമിസ് കിച്ചൻ. പിന്നെ ഞാൻ വന്നിരിക്കുന്നത് ഒരു ഇൻസ്റ്റൻറ്റ് പിസ്സ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ വീട്ടിലുള്ള ചെറിയ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള പിസ്സ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എല്ലാവരും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത ബെലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. കൂടെ ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് 1 കപ്പും കൂടെ 1/4 കപ്പും കൂടെ, അതായത് 1 കപ്പും 1/4 കപ്പും മൈദ എടുത്തിരിക്കുകയാണ്. മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ 1/2 കപ്പ് തൈര്, നമ്മുടെ സാധാരണ തൈര്, പക്ഷേ കൂടുതൽ പുളിയില്ലാത്ത തൈര് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് വേണ്ടത്ര വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ രൂപത്തിൽ, ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുവിധം കുഴഞ്ഞു വന്നാൽ നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മുടെ ഈ കുഴ എത്രയാണോ, അതായത് നമ്മൾ എത്രത്തോളം കുഴക്കുന്നു അത്രത്തോളം സോഫ്റ്റ് ആവും. ഇനി നമുക്കതൊരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ 15-20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മുടെ ഇതിപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു തവയിലേക്ക് മാറ്റണം. അത് വേണ്ടിയിട്ട് ഒരു തവ ഞാൻ ചെറുതായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. സാധാരണ നമ്മൾ യൂസ് ചെയ്ത ഓയിൽ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഈ മാവ് എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് നന്നായിട്ട് പരത്തി കൊടുക്കുക. നമ്മുടെ പിസ്സയുടെ ഡവ് എവിടെയായാലും നമ്മൾ എന്താ പറയുക, പാനിലായാലും അതുപോലെ തന്നെ ഓവനിലായാലും പരത്തി കൊടുക്കുന്ന അതേ ഒരു തിക്നെസ്സിൽ വേണം പരത്താൻ. ഈ ഒരു തിക്നെസ്സിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഒരു 2-3 ചപ്പാത്തി വെച്ചൊരു കനത്തിൽ വേണം നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിലാക്കി നമ്മുടെ തവ അതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മൂടി വെക്കാം. 1 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതൊന്ന് എടുത്ത് ജസ്റ്റ് ഒന്ന് മറച്ചിട്ട് കൊടുക്കണം. നമ്മൾ ഓവനിൽ ഉണ്ടാക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 2 ഭാഗം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഫോർക്ക് കൊണ്ട് ജസ്റ്റ് ഒന്ന് അതിൽ കുറച്ച് ഹോളാക്കി കൊടുക്കുക. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഫില്ലിങ്സ് എല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് കടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. സാധാരണ എല്ലാവരും പിസ്സ ഡോ അടുപ്പത്ത് വയ്ക്കുന്നതിന് മുന്നെയാണ് ഇങ്ങനെ ചെയ്യാറ്. എനിക്കതൊരു പൊങ്ങി കിട്ടാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കതിലേക്ക് വേണ്ട ഫില്ലിങ്സ് നോക്കാം. അതായത് ഞാനിവിടെ പിസ്സ സോസല്ല എടുക്കുന്നത്, സാധാരണ സോസോ കെച്ചപ്പോ അതെടുത്ത് അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സിൽ, നമ്മുടെ സാധാരണ ചുവന്ന മുളക് പൊടിച്ച് വെച്ച ഫ്ലേക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കത് നമ്മുടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന പിസ്സയിലേക്ക് ഇട്ട് കൊടുക്കാം, പിസ്സ ബേസിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ പിസ്സ ബേസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മേലെയുള്ള ടോപ്പ് ഈ സോസും ആ ഒരു എന്താ പറയുക ക്രീമുമാണ് നമ്മുടെ മെയിൻ. ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ആ സോസ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ സാധാരണ മയണൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ വേറെ 2 ഇൻഗ്രീഡിയൻറ്റ് വെച്ച് ഉണ്ടാക്കിയ ഹോം മെയ്ഡ് മയണൈസാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ മറ്റൊരു ദിവസം കാണിക്കുന്നതാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ എന്താ പറയുക സോസും ആ മയണൈസും കൂടെ നല്ല സൂപ്പറായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നേരിട്ട് കാണുമ്പോൾ ഇതിലും ഭംഗിയായിരിക്കും. അപ്പോൾ അതും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മുടെ ഈ പിസ്സ ബേസ് തയ്യാറായി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എത്രയാണോ ഈ സോസും മയോണൈസും ഇഷ്ടം അതിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. എനിക്ക് മയണൈസ് കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ചധികം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് നമുക്കതിൽ ഗാർണിഷ് ചെയ്യണം വെജിറ്റബിൾസ് വെച്ചിട്ട്. ഞാനിപ്പോൾ ഇവിടെ വെറും തക്കാളിയും പച്ചമുളകും മാത്രമേ യൂസ് ചെയ്യുന്നത്. പച്ചമുളക് എന്ന് വെച്ചാൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് കൂടുതൽ വെജിറ്റബിൾസ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ യൂസ് ചെയ്യാം. അപ്പോൾ തക്കാളി ഇട്ട് കൊടുക്കുക. കൂടെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ഞാൻ അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുകയാണ്. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. പച്ചമുളക് കഴിക്കുന്നവർക്ക് കഴിക്കാം. അപ്പോൾ എനിക്ക് കൂടുതൽ വെജിറ്റബിൾസ് ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ ഞാനിങ്ങനെ സിമ്പിളായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പിസ്സ തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. സാധാരണ പിസ്സയുടെ രുചി തന്നെയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. മിസ് ചെയ്യാതെ ട്രൈ ചെയ്യണം. ഓക്കെ, ബൈ.